വെൽക്കം ബാക്ക്. എല്ലാവർക്കും അടുത്ത 9ാമത്തെ ചാപ്റ്ററിലോട്ട് സ്വാഗതം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ എങ്ങനെ നമുക്കൊരു ഏർലി റിട്ടയർമെൻറ്റ് അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരെ ഗവൺമെൻറ് ജോലിക്കാരാണ് റിട്ടയർ ആവുക എന്നുള്ളതായിരിക്കും അല്ലേ. പക്ഷേ നമ്മളും ഏർലി സ്റ്റേജിൽ നമ്മളൊരു നല്ല അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഗ്രോത്ത് ഉള്ള അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കും വളരെ ഈസി ആയിട്ട് ഒരു ഏർലി ഏജിൽ തന്നെ ഒരു റിട്ടയർമെൻറ്റ് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ബിറ്റ് കോയിൻ തീർച്ചയായിട്ടും ഒരു ഹൈ ഗ്രോത്ത് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ വളരെ വലിയൊരു റിട്ടേൺ നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററുകളിലെല്ലാം ബിറ്റ് കോയിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അസറ്റ് ക്ലാസ്സിൽ ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക, ഒരു ഏർലി സ്റ്റേജിൽ റിട്ടയർ ആവുക എന്നുള്ള ഒരു മോണിറ്ററി ഒബ്ജക്റ്റീവ് കൊണ്ടാണ് അല്ലേ. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരു 10 വർഷം കൊണ്ട്, അടുത്ത 2033 ആകുമ്പോഴേക്കും നമുക്ക് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്കൊരു ഏർലി റിട്ടയർമെൻറ്റ് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ വളരെ വലിയൊരു കോംപ്ലക്സ് കാൽക്കുലേഷൻസോ ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. 2030 ആകുമ്പോഴേക്കും റിട്ടയർ ആവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മീറ്റ് ചെയ്യാൻ, അല്ല പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫിൽ നമുക്ക് എത്രമാത്രം പൈസ നമ്മൾ ഈ ഒരു സ്വരൂപിക്കണം, അത്രയും ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എത്ര രൂപ നമ്മളിപ്പോൾ ബിറ്റ് കോയിനിൽ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ 2033 ബിറ്റ് കോയിൻ്റെ പ്രൈസ് എത്ര ആയിരിക്കും എന്നുള്ള ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് എങ്കിലും നമ്മുടെ ഒരു മനസ്സിലുണ്ടാവണം അല്ലേ. സോ ഇതിനായിട്ട് ഞാനൊരു 3 വാല്യുവേഷൻ മെത്തേഡാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ അല്ല, പകരം മറ്റുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ റിസർച്ച് റിപ്പോർട്ടെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു 3 വാല്യുവേഷൻ മെത്തേഡാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു അസറ്റ് ക്ലാസ്സിൻ്റെയും ഫ്യൂച്ചർ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ റിട്ടേണിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അടുത്തൊരു 10 വർഷം നമുക്ക് എത്ര രൂപ എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നോക്കിയിട്ടാണ്. കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 3 വർഷം എത്ര റിട്ടേൺ കിട്ടി, അപ്പോൾ അതേപോലെ ഒരു റിട്ടേൺ അടുത്തൊരു 10 വർഷം കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾ ഈ ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ നമ്മൾ ബിറ്റ് കോയിൻ്റെ കഴിഞ്ഞൊരു 10 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 47% ആണ് ബിറ്റ് കോയിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. സോ ഇതേ ഒരു റിട്ടേൺ നമുക്ക് അടുത്തൊരു 10 വർഷം കൂടി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 41,000 നിന്നും 2033 ആകുമ്പോഴേക്കും ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം $1.93 മില്യൺ ആയിരിക്കും. അതായത് 2024 എൻഡിൽ $60,000, 2025 88,000. ഇതേ ഒരു ഗ്രോത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 2033 ഏകദേശം $1.93 മില്യൺ ആയിരിക്കും ബിറ്റ് കോയിൻ്റെ പ്രൈസ്. ഇതൊരിക്കലും ഇതേ ഓർഡറിൽ തന്നെ ഇതേ സ്പീഡിൽ പോകുന്നതായിരിക്കില്ല. ചിലപ്പോൾ ഇടയ്ക്ക് 2028 29 ഒരു ക്രാഷ് ഉണ്ടാവാം. ആ ഒരു സമയത്ത് ചിലപ്പോൾ അത് ഇയർലി ലോസ് ആയിരിക്കാം. പക്ഷേ നമ്മൾ ഓൺ ആവറേജ് ലോങ് ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ആവറേജ് ഈ ഒരു കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ $1.93 മില്യൺ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വാല്യുവേഷൻ മോഡൽ എന്ന് പറയുന്നത് US-ലെ ആർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ അതൊരു വലിയൊരു റിപ്പോർട്ടാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസ് 2030 ആകുമ്പോഴേക്കും ഏത് ലെവൽ വരെ പോവാം എന്ന് അവർ പറയുന്നുണ്ട്. സോ അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത് 2030 ആകുമ്പോഴേക്കും $1.36 മില്യൺ ആവും എന്നുള്ളതാണ്. അതിനിവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ബിറ്റ് കോയിൻ റെമിറ്റൻസ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഒരു ട്രഷറി അസറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും, ഗോൾഡിൽ നിന്നുള്ളൊരു മാർക്കറ്റ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിലും, അതൊക്കെ ബിറ്റ് കോയിൻ്റെ പ്രൈസിനെയും മാർക്കറ്റ് ക്യാപ്പിനെ എത്രമാത്രം ബാധിക്കും. 2030 ആകുമ്പോഴേക്കും ഏകദേശം $1.36 മില്യൺ ആവും എന്നാണ് അവർ പറയുന്നത്. അതായത് ഏകദേശം ഒരു 65% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതേ ഒരു CAGR നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതേ ഒരു CAGR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് 2033 എൻഡ് ആകുമ്പോഴേക്കും ഏകദേശം $6.1 മില്യൺ ആയിരിക്കും എത്തുക.
സോ മൂന്നാമത്തെ വാല്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫിഡിലിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ഒരു കമ്പനിയാണ്. അതായത് യു എസിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ബ്ലാക്ക് റോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു കമ്പനിയാണ് ഫിഡിലിറ്റി. സോ അവരിൻ്റെ ഒരു റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 2030 ആകുമ്പോഴേക്കും $1.2 മില്യൺ ആയിരിക്കും എന്നുള്ളതാണ്. അതിന് അവർ ഒരുപാട് കാരണങ്ങൾ പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ അഡോപ്ഷനും ഇൻ്റർനെറ്റ് അഡോപ്ഷനും അതുപോലെ മെറ്റ്കാൽഫെ ലോ എന്ന് പറഞ്ഞിട്ട് നെറ്റ്വർക്ക് അഡോപ്ഷനും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് അവർ ഈ ഒരു വാല്യുവേഷനിലോട്ട് എത്തുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഈ ഒരു റിപ്പോർട്ട് ഫിഡിലിറ്റി ഡിജിറ്റലിൻ്റെ വെബ്സൈറ്റിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ $1.2 മില്യൺ ആണ് 2030 അവർ പ്രഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഏകദേശം 62% ഗ്രോത്ത് റേറ്റ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ ഒരു 62% ഗ്രോത്ത് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2033 $5.1 മില്യൺ ആയിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു 3 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു 3 വാല്യുവേഷൻ മോഡൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനൊരു ആവറേജ് പ്രൈസ് കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും 2033 എൻഡോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് $4.36 മില്യൺ ആയിരിക്കും. അതായത് ഇന്നത്തെ INR വാല്യൂവിൽ 83.24 എന്നുള്ള ഒരു USD INR റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ റുപ്പിയിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 36,34,81,333 രൂപയായിരിക്കും ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ 2033 എൻഡിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇതേ ഒരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു റിട്ടയർമെൻറ്റ് കാൽക്കുലേഷൻ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ബിറ്റ്കോയിൻ ആണ് നമുക്ക് ഇപ്പോൾ വാങ്ങേണ്ടത് എന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ ഇതിനായിട്ട് ഞാൻ ഈ ഒരു റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ടെംപ്ലേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫിഗേഴ്സും കാര്യങ്ങളും ഇൻപുട്ട് ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻസ് നടത്താവുന്നതാണ്. സോ ഞാനിതിൽ എൻ്റെ ഒരു കേസാണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ ആണ് ഞാനിവിടെ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എൻ്റെ ഇപ്പോൾ നിലവിലെ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. എൻ്റെ റിട്ടയർമെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2033 ആണ്. അതായത് അടുത്ത 10 വർഷത്തിൽ എനിക്ക് റിട്ടയർ ആവണം. എൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 40 വയസ്സാകുമ്പോഴാണ് റിട്ടയർ ഞാനാവുന്നത്. എക്സ്പെക്റ്റഡ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ഓൺ ആവറേജ് ഞാൻ റിട്ടയർ ആയതിനു ശേഷം 40 വയസ്സ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 75 വയസ്സ് വരെ ജീവിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അതിനർത്ഥം എന്ന് പറയുന്നത് ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞു പറഞ്ഞാൽ എനിക്കൊരു 35 വർഷം എനിക്ക് ജീവിക്കാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കണം അല്ലേ. അതാണ് റിട്ടയർമെൻറ്റ് കോർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു 35 വർഷം ജീവിക്കാൻ എത്ര പൈസ വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം, എനിക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് വേണം. ഇപ്പോൾ എൻ്റെ എക്സ്പെൻസ് എത്രയാണ് എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഞാനിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 6 ലക്ഷം രൂപയാണ് എൻ്റെ ഇയർലി എക്സ്പെൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇയർലി എക്സ്പെൻസ് എന്ന് പറയുന്നത് എനിക്ക് ഒരു മാസം എൻ്റെ ഇപ്പോൾ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ എനിക്ക് വേണം എന്നുള്ളതാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആളുകൾക്ക് അനുസരിച്ച് അത് മാറും. പല ആളുകൾക്കും 50,000 രൂപ തികയില്ലായിരിക്കും, ചില ആളുകൾക്ക് 50,000 രൂപ കൂടുതലായിരിക്കും. നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് 10, 15, 20,000 രൂപയുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് ഒരു മാസം ജീവിക്കാൻ പറ്റും. പക്ഷേ പല ആളുകൾക്കും ചിലപ്പോൾ 50,000, 1 ലക്ഷമോ 2 ലക്ഷമോ ചിലപ്പോൾ മതിയാവേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഫിഗർ നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വർഷത്തെ എക്സ്പെൻസ് എത്രയാണോ, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യാൻ എത്ര പൈസയാണോ വേണ്ടത് എന്ന് നിങ്ങളിവിടെ ഇൻപുട്ട് ചെയ്യുക. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഓട്ടോമാറ്റിക്കലി അത് ഇവിടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് എത്ര വേണം എന്നിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 9,26,87,026 രൂപയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ ഈ ഒരു ഫിഗറിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് നമുക്ക് ഈ ഒരു അടുത്ത ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇന്ന് ഒരു വർഷം ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 6 ലക്ഷം രൂപ വേണം. അതേ 6 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് 2034 ഇതേ ഒരു ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യാൻ സാധിക്കും? ഒരിക്കലുമില്ല. അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, പണപ്പെരുപ്പം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു 5% ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ 2034 മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 10,26,000 രൂപ വേണം. അതേ സ്ഥാനത്ത് 2035 ആണെന്നുണ്ടെങ്കിൽ 10,77,000 വേണം. 2036 ആണെന്നുണ്ടെങ്കിൽ 11,31,000 വേണം. അങ്ങനെ നിങ്ങൾ താഴോട്ട് പോകുന്തോറും വർഷം കൂടുന്തോറും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളുടെ എക്സ്പെൻസിൽ കൂടുന്നത് കാണാൻ സാധിക്കും. വർഷം കൂടുന്തോറും നമുക്ക് കൂടുതൽ പൈസ വേണം ഇന്നത്തെ അതേ ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യാൻ അല്ലേ. അപ്പോൾ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത്രയും ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ഒരു 9,26,00,000 രൂപ നമുക്ക് ഉണ്ടാക്കണം, 2033 എൻഡിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര ബിറ്റ് കോയിൻ വാങ്ങണം എന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും.
അതായത് 0.25499 ബിറ്റ് കോയിൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്. അതായത് 0.25499 ബിറ്റ് കോയിൻ്റെ 2033 എൻഡിലുള്ള പൈസയാണ്, വാല്യൂ ആണ് എത്ര? 9,26,87,000. അതായത് നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. INR 36,44,81,333 രൂപയാണ് 2033 ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 0.25 ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത് 9,26,00,000 രൂപയായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എത്രയാണ് കറൻറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിറ്റ് കോയിൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് ഇന്നത്തെ 8,92,493 രൂപ നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2033 എൻഡിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9,26,87,000 രൂപയാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇതേ കാര്യം തന്നെ നിങ്ങൾ മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് കാണാൻ കഴിയും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 13% ആണ് അല്ലേ. അപ്പോൾ ആ ഒരു 13% നമ്മൾ അടുത്ത 10 വർഷം നമ്മൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് 2,73,00,000 രൂപ നമ്മൾ നിക്ഷേപിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇടുന്നത് എന്നുണ്ടെങ്കിലോ 4,71,00,000 രൂപ നമ്മൾ നിക്ഷേപിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഗോൾഡിലാണ് നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിലോ 5,32,43,000 രൂപ നിങ്ങൾ നിക്ഷേപിക്കണം. നിങ്ങളിത് മറ്റുള്ള ഏത് അസറ്റ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ബിറ്റ് കോയിൻ്റെ കറൻറ്റ് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും കുറച്ച് പൈസ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തതിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിവിടെ തൊട്ട് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് റിട്ടയർമെൻറ്റ് എക്സ്പെൻസ് ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ എക്സ്പെൻസ് ഇൻഫ്ലേഷൻ കാരണം എത്രമാത്രമാണ് കൂടുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. സോ ഈ ഒരു റിട്ടയർമെൻറ്റ് കാൽക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തതിലൂടെ വളരെ ഈസി ആയിട്ട് എത്ര ഫാസ്റ്റായിട്ട് വളരെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് എത്ര പെട്ടെന്ന് റിട്ടയർ ചെയ്യാൻ ആവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫിഗേഴ്സ് ഈ ഒരു എക്സലിൽ ഇൻപുട്ട് ചെയ്തിട്ട് എത്ര റിട്ടയർമെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതിന് എത്ര ബിറ്റ് കോയിൻ വേണം എന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബിറ്റ് കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങളൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ മാത്രം കൺസിഡർ ചെയ്യണം എന്നല്ല, പകരം മറ്റുള്ള അസറ്റ് ക്ലാസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ബിറ്റ് കോയിനും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് വളരെ ഈസി ആയിട്ട് സുഗമമാവും എന്നുള്ള ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലുള്ള ഡൗട്ടും കാര്യങ്ങളും നമ്മളെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.